വി.ഡി. സതീശൻ വിമർശിക്കാറുണ്ട്, കെ. സുധാകരൻ വിമർശിക്കാറുണ്ട്. നരേന്ദ്രമോദി വിമർശിക്കുന്നത് അദ്ദേഹം തുടർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. അദ്ദേഹത്തിൽ നിന്ന് അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ രാഹുൽ ഗാന്ധി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിപക്ഷ നിരക്കൊപ്പം നിന്നുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നോക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ പ്രസ്താവന അത്രമേൽ പക്വമാണ് എന്ന് തോന്നേണ്ടതില്ല. നിർബന്ധം പിടിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് ഒരു കാര്യത്തിലും. അതായത് ഒരു വിപുലമായ പ്രതിപക്ഷ നിര പ്രതീക്ഷിക്കുന്ന ജനങ്ങൾക്ക് പോലും എന്തിനാണ് രാഹുൽ ഗാന്ധി CPM-നെയും CPM-ന്റെ നേതാക്കളെയും ശത്രുപക്ഷത്ത് നിർത്തുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അത് അങ്ങയോടും അങ്ങയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. CPM ഏത് പ്ലാറ്റ്ഫോമിലും അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്കെതിരെ ഉയരണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. ശ്രീമതി മാധു, കേരളത്തിൽ LDF-ഉം UDF-ഉം ആണ് മത്സരം. ഇവിടെ മത്സരിക്കുന്നത് LDF UDF ആണ്. BJPയുടെ സംപൂജ്യരാണ്. BJP 3-ാം സ്ഥാനത്തല്ലാതെ ഒരു സീറ്റിൽ പോലും 2-ാം സ്ഥാനത്ത് എത്താൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ BJPക്ക് അനുകൂലമായി ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? പിണറായി വിജയൻ്റെ ലക്ഷ്യമാണ്. ഇപ്പോൾ മോദി പറയുന്നത് കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ മോദിക്കെതിരായി പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരായി വിമർശിച്ചാൽ മോദിയുടെ സൽപ്പേര് കളങ്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേസെടുക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ്. ആളുകൾക്കെതിരെ എത്രത്തോളം മോദി ഭക്തി, മോദി വിധേയത്വം പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. അതോടൊപ്പം തന്നെ ഇവർ ഏത് ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയെ അനുകൂലിച്ച് സംസാരിച്ചത്? രാഹുൽ ഗാന്ധി ഇതുപോലെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിൽ ഓഫീസ് അടിച്ചു തകർത്തതാരാ? SFIക്കാരല്ലേ. എന്താ രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ്? രാഹുൽ ഗാന്ധിയുടെ ഓഫീസാണോ അന്ന് അടിച്ചു തകർക്കേണ്ടത്? രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര, ശ്രീ ചേക്കുട്ടി സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാരത് ജോഡോ യാത്ര, അത് കേരളത്തിലെത്തിയപ്പോൾ കണ്ടെയ്നർ ജാഥ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതാരാ? CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. രാഹുൽ ഗാന്ധി എടുക്കുന്ന ഏത് രാഷ്ട്രീയ നിലപാടിനെയും അപഹസിക്കുന്നതും പരിഹസിക്കുന്നതാരാ? ഇവിടുത്തെ CPM-ന്റെ നേതാക്കന്മാരും സൈബർ ഇവരുടെ വെട്ടുകിളി കൂട്ടങ്ങളല്ലേ. അപ്പോൾ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഇകഴ്ത്തിക്കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പിണറായി വിജയനെ വിമർശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇവരുടെ നിലപാടെന്താ? LDF-ന്റെ കൺവീനർ EP ജയരാജൻ പറഞ്ഞെന്താ? BJPയുടെ സ്ഥാനാർത്ഥി എല്ലാവരും നല്ല മാന്യന്മാരാണ്, വളരെ ശക്തന്മാരാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് LDF-ന്റെ കൺവീനറല്ലേ. ആ കൺവീനറല്ലേ BJPയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായി ഇവിടെ കച്ചവടം നടത്തുന്നത് EP ജയരാജനല്ലേ. ഇവർ തമ്മിലുള്ള അന്തർധാര എന്താ ഈ നാട്ടിൽ അറിയില്ലേ? തൃശ്ശൂരെ മേയറല്ലേ സുരേഷ് ഗോപി, പിന്നെ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് ഞാൻ പോലും രാഹുലിനെ കുറിച്ച് ഇത്ര കടത്തി പറഞ്ഞിട്ടില്ല, ഇത്ര വലിയ വിമർശനം ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്, അതായത് ഇവിടെ ഇന്ത്യ മുന്നണിയിലെ, ഇവിടെ എന്നല്ല ഇന്ത്യ മുന്നണിയിൽ തന്നെ ശൈഥില്യം ഉണ്ടാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വഴിമരുന്നിട്ട് കൊടുക്കേണ്ട എന്താവശ്യമാണ് നിങ്ങൾക്കും നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിക്കുമുള്ളത്? അല്ലെന്ന് ഞങ്ങൾക്കെതിരായി ഞങ്ങളെ UDF-നെയും കോൺഗ്രസിനെയും അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നതാരാ? പിണറായി വിജയനല്ലേ. ഇവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുവാരാ? ഇവിടെ CPM-മായി ബന്ധപ്പെട്ട് UDF-ഉം തമ്മിലാണ് ഇവിടെ പോരാട്ടം. അതിന് നേർക്കുനേർ നിൽക്കാനും വെല്ലുവിളിക്കാനും മറുപടി ഉരുളക്കുപ്പേരി പോലെ പറയാനും ഇവിടുത്തെ നേതാക്കളുണ്ടല്ലോ, ചെയ്യുന്നുണ്ടല്ലോ, ഇന്നുപോലും ചെയ്യുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് ഒരു ദേശീയ രാഷ്ട്രീയ ലക്ഷ്യവുമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് അതിനിടയിലേക്ക് വരേണ്ടതുണ്ടോ? അതോ നിങ്ങളുടെ നേതാക്കളുടെ സമ്മർദ്ദമാണോ ഇങ്ങനെ പറഞ്ഞേ പറ്റൂ എന്നുള്ളത്? എല്ലാ മാധു, ഞങ്ങളെടുത്ത് ഇപ്പോൾ CA ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണികളും പാർലമെന്റിനകത്ത് സംസാരിച്ച വിഷയം, അതിനെതിരെ സംസാരിച്ചില്ല എന്ന് പച്ചക്കളവ് പറഞ്ഞതാരാ? പിണറായി വിജയനല്ലേ, കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ. രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തില്ല, അദ്ദേഹം വിദേശത്താണെന്ന് പറഞ്ഞത് CPM-ന്റെ മുഖ്യമന്ത്രിയല്ലേ, പിണറായി വിജയനല്ലേ. ഇങ്ങനെ ഞങ്ങൾക്കെതിരായി കള്ളത്തരങ്ങൾ മുഴുവൻ വിളിച്ചു പറയുന്ന ഒരു മാന്യനോട് ഏത് രൂപത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കേണ്ടത്? ഞങ്ങൾ നടത്തുന്ന നിലപാടുകൾ രാജ്യത്ത് RSS-നെതിരായി ഇതുപോലെ പോരാട്ടം നടത്തിക്കൊണ്ട് തെരുവിൽ കടന്ന് പോരാടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പാർലമെന്റ് മെമ്പർഷിപ്പ് പോലും എടുത്തു ചാടിക്കൊണ്ട് BJP മുമ്പോട്ട് പോകുമ്പോൾ രാജ്യത്ത് 24 മണിക്കൂറിൽ അദ്ദേഹം ഉറങ്ങുന്ന സമയം ഒഴികെ മുഴുവൻ സമയങ്ങളിലും BJPക്ക് സംഘപരിവാറിനെതിരായി പോരാട്ടം നടത്തുന്ന ഒരു നേതാവിനെതിരായി BJPക്കാർ പറയുന്ന അതേ ഭാഷയിൽ ഇവിടെ ആക്ഷേപിക്കുകയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരനാറി എന്ന് വിളിച്ച പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്ന രൂപത്തിലേക്ക് ആ BJPക്കാരൻ വിളിക്കുന്ന ഭാഷയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആരെ സൂചിപ്പിക്കാനാണ്? നരേന്ദ്രമോദി സൂചിപ്പിക്കാനാണ്. നരേന്ദ്രമോദിയുടെ പ്രീതിയിലാണ് പിണറായി വിജയൻ കേരളത്തിനകത്ത്
മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്നുള്ളതിന്റെ തെളിവല്ലേ ഈ രാജ്യത്ത് ഷിബു സോറനായാലും അരവിന്ദ് കെജ്രിവാൾ ആയാലും ഉൾപ്പെടെയുള്ള അതോടൊപ്പമുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കുമ്പോൾ വളരെ സുഖമായി വളരെ സുന്ദരമായി കുടുംബപരമായി ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ഇടിയും വരുന്നില്ല. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധി 53 മണിക്കൂർ ചോദ്യം ചെയ്തില്ലേ ഇടി, സോണിയാഗാന്ധി ചെയ്തില്ലേ? ഇത്രയേറെ തെളിവുകൾ ഉണ്ടായിട്ടും ശിവശങ്കരൻ ജയിലിൽ കിടന്ന കേസിനകത്ത് പോലും പോയില്ലല്ലോ. അപ്പൊ ഇവർ തമ്മിൽ അന്തർധാരയാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് മുക്ത ഭാരതം BJP, കോൺഗ്രസ് മുക്ത കേരളം, അത് CPM-ന്റെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് വേണ്ടി BJP-യെ സഹായിക്കാനുള്ള നിലപാടുകൾ ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ഇവിടെ പല കേസിനകത്ത് പോലും നമ്മുടെ മുമ്പിൽ കാര്യങ്ങളില്ലേ? CIA വിഷയത്തിനകത്ത് കേരളത്തിൽ നടത്തിയ സമരങ്ങൾ, ആ സമരത്തിന്റെ പേരിൽ ഏത് കേസാണ് ഇവർ പിൻവലിച്ചത്? തമിഴ്നാടിലെ സർക്കാർ, ആ സർക്കാർ ക്യാബിനറ്റ് കൂടിയാണ് മുഴുവൻ കേസുകൾ പിൻവലിച്ചത്. എന്തേ പിണറായി വിജയൻ കേസ് പിൻവലിക്കാത്തത്? അതിന്റെ പേര് ജയിലിൽ കിടന്നവർ ഞങ്ങളാണ്. ഞങ്ങളുടെ MLA T സിദ്ദിഖും കോഴിക്കോട് DC പ്രസിഡന്റ് പ്രവീൺ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ജയിലിൽ കടത്തിയത് യോഗിയുടെ പോലീസല്ല, പിണറായി വിജയന്റെ പോലീസാ. ഞങ്ങൾ നടത്തിയ സമരം CIA വിരുദ്ധ സമര. ആ സമരത്തിൽ ഞങ്ങളെ വേട്ടയാടിയിട്ട് ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്ന, കള്ളം പറയുന്ന, ഏറ്റവും പഠിച്ച കള്ളത്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി വിമർശിക്കും, മുഖ്യമന്ത്രിക്കെതിരായി പറയും. ഈ നാട്ടിനകത്ത് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയെ പോലെ ശത്രുവായി കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ പിണറായി വിജയനോട് അന്ന് തമ്പുരാനാണ്, അന്ന് കാരണമുതലാണ്, അന്ന് മഹാനാണ്, അന്ന് പറയാനുള്ള ഞങ്ങൾക്കില്ല. അത്